ജാവേദ് ബിൻ ഹമീദ്, നോക്കൂ, ഒരു വലിയ തീപിടുത്തം, അതിനകത്ത് കുടുങ്ങിപ്പോയവരാണ് യഥാർത്ഥത്തിൽ അപകടത്തിൽപ്പെട്ടത്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ, ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ, 10 മിനിറ്റിൽ തന്നെ തീയണക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ പോലും ശ്വാസം മുട്ടിയാണ് പലരും മരിച്ചത് എന്ന നിലയിലാണ് വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളത്. ലഭ്യമാകുന്ന ഏറ്റവും നല്ല ചികിത്സ തന്നെ, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം തന്നെ അവിടെ നടത്താൻ കഴിഞ്ഞു എന്നാണോ നമ്മളിവിടെ മലയാളികൾ കരുതേണ്ടത്? തീർച്ചയായും ഇവിടെ ഒരു വളരെ നല്ലൊരു രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടന്നത്. നമുക്കറിയാം, ഏകദേശം ഒരു 40-ൽ പരം ആളുകൾ മരിച്ചത് ശ്വാസ തടസ്സം ഉണ്ടായിട്ടാണ്. ഒന്നോ രണ്ടോ മൃതശരീരം മാത്രമേ കത്തി നശിച്ചിട്ടുള്ളൂ. അതിൽ ഒരു മൃതശരീരം ബീഹാർ സ്വദേശിയുടെ ഒരു മൃതശരീരം മാത്രമേ മൊത്തമായിട്ട് കത്തി നശിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഈ പുക ശ്വസിച്ചുകൊണ്ടുള്ള മരണമാണ്. ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്, ഞാനിവിടെ ഫർവാനിയ ദജീജിലെ ഈ എംബാമിംഗ് നടക്കുന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ നിന്ന് കൃത്യം ഒരു 10 മണിയോടുകൂടിയാണ് എയർപോർട്ടിലേക്ക് ഇവിടെ നിന്ന് മൃതദേഹങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. കുവൈത്ത് സമയം 1 മണിക്കാണ് ഫ്ലൈറ്റ്, ചാർട്ടേഡ് ഫ്ലൈറ്റ്. അത് കുവൈറ്റ് ചാർട്ട് ചെയ്യുന്ന സ്വകാര്യ ഫ്ലൈറ്റ് ആണ്. അതിലാണ് ഇന്ത്യയിലേക്ക് അവരുടെ മൃതദേഹം കൊണ്ടുവരുന്നത്. രാത്രി 1 മണിയോടുകൂടി അത് ഇവിടെ പുറപ്പെടും. ഈ കുവൈത്ത് സമയം 8 മണിക്കാണ് അത് ഇവിടെ കുവൈറ്റിൽ ലാൻഡ് ചെയ്യുന്നത്. അത് ലാൻഡ് ചെയ്തതോടുകൂടി 10 മണിയാകുമ്പോൾ, കുവൈത്ത് സമയം 10 മണിക്ക് ഇവിടെ നിന്ന് 45 മൃതദേഹങ്ങളും എയർപോർട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അത് കഴിഞ്ഞ് 1 മണിയോടുകൂടി ആ ഫ്ലൈറ്റ് ഇന്ത്യയിലേക്ക് വരുന്നതാണ്. ഇന്ന് രാത്രി 1 മണിയോടുകൂടി മൃതദേഹം ഇന്ത്യയിലേക്ക് എത്തും എന്നാണ് കരുതുന്നത്. ആദ്യം അതിൻ്റെ റൂട്ട് വ്യക്തമാണോ? അതായത് 45 ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ ഭൂരിഭാഗവും മലയാളികളാണെങ്കിൽ കേരളത്തിൽ, അതായത് 24 മലയാളികളുണ്ട്. കേരളത്തിലേക്കാണോ ആദ്യം വിമാനം ഇറങ്ങുക? വിമാനം ഏത് ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തത കിട്ടാനുണ്ട്. എങ്കിലും രാത്രി കുവൈത്ത് സമയം 1 മണിയോടുകൂടിയാണ് വിമാനം ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നത്. വ്യക്തമാണ്. ആ കാര്യം പുതുതായുള്ള അറിവാണ്. അഷ്റഫ്.